ഇന്ന് നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമായ അവിയലാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ രുചികരമായ രീതിയിലും വേഗത്തിലും എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ഇത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 5 മിനിറ്റ് സമയം മതിയായിട്ട് പടവലങ്ങ അരിഞ്ഞത്, മത്തങ്ങ അരിഞ്ഞത്, കോവയ്ക്ക അരിഞ്ഞത്, അമരയ്ക്ക, ഇത് എല്ലാം നീളത്തിലാണ് അരിയുന്നത്. ഉരുളൻകിഴങ്ങ് 2 എണ്ണം അരിഞ്ഞത്, കുമ്പളങ്ങ അരിഞ്ഞത്, രണ്ട് പച്ചക്കായ അരിഞ്ഞത്, പുളിക്ക് വേണ്ടി തൈര് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പച്ച തക്കാളി 1 എണ്ണം അരിഞ്ഞത്, മുരിങ്ങയ്ക്ക അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് പച്ചക്കറിയുടെ അളവനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അവിയലിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, 10 ചെറിയ ഉള്ളി, ഇത്രയും കൂടെ മിക്സിയിൽ ചതച്ചെടുത്തതാണിത്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. 1 വിസിൽ വന്നതിന് ശേഷമുള്ളതാണ്. ആവശ്യത്തിന് മാത്രമേ വെന്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇടുന്നു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് നൽകുക അവിയലിന്. ഇത് വളരെ വേഗത്തിൽ കുക്കറിലായതുകൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിയൽ തയ്യാറായി. ഇനി ഇത് നമുക്ക് സർവിങ് ഡിഷിലോട്ട് പകർത്താം.